വളപ്പിൽ പറമ്പിൽ തിരിക്കണ ചാലിൽ കിടക്കണ കടക്കട വലിപ്പിച്ച് നോക്കണ്ട. വീട്ടിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ ഒരു 3 വീടപ്പുറം നമ്മൾ സംസാരിക്കും. പിന്നെ അത്ര വലിയൊരു മതിൽ കെട്ടി വലിയൊരു ഫാമിലി അല്ല. സമയം കളയാൻ വേണ്ടി പോക്കാൻ വേണ്ടി ലൈബ്രറിയിൽ പോയതാണ്. സമയമില്ല, ജീവിക്കാൻ സമയമില്ല, ആശിക്കാൻ സമയമില്ല, മോഹിക്കാൻ അത്രയില്ല. 1 ലക്ഷം റുപ്യ 2 ലക്ഷം റുപ്യ ആക്കാൻ കുറച്ച് പണിയുണ്ട്, അത് 4 ആക്കാൻ അതിന്റെ അത്ര പണിയില്ല. ഒരു പടത്തിലെ പാട്ട് എത്ര ഫേമസ്, അത് പാടി ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയണമെന്നില്ല, ഒരു ഡയറക്ടറിനെ അറിയണമെന്നില്ല. ഞാനും പഠിച്ചു വരുന്നുള്ളൂ. ജനിച്ച അന്ന് മുതൽ കാണുന്നതാണ് മാൻ, ബുദ്ധി വെച്ച മുതൽ കേൾക്കുന്നതാണ് ഞാൻ. അന്ന് എനിക്ക് 21 വയസ്സ്, കണ്ടു തുരുമ്പെടുത്തെന്റെ കുഞ്ഞു മനസ്സ്. ബേബി ജീൻ. യെസ്, നമ്മൾ മാർപ്പാപ്പയിൽ തന്നെ തുടങ്ങാം. മാർക്കോ എന്ന സിനിമ ആൾക്കാർക്ക് വളരെയധികം ഇൻട്രസ്റ്റോട് കൂടി കേൾക്കുന്നു. താങ്കളുടെ പാട്ട് ഞാൻ കേട്ടു, ദാറ്റ് ഈസ് ഡിറക്റ്റഡ് ബൈ ഉണ്ണി മുകുന്ദൻ. അപ്പോൾ മാർപ്പാപ്പയിൽ നിന്ന് ബേബി ജീൻ്റെ എനിക്ക് ഐ എം ജസ്റ്റ് ലുക്കിംഗ് ഫോർവേഡ് ടു, കാരണം കുറച്ചെങ്കിലും പഠിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തൊരു കോൺവെർസേഷനാണ് അത് റാപ്പിനെ കുറിച്ച്. യെസ്, പറയും. മാർപ്പാപ്പനെ കുറിച്ചിട്ട് എനിക്ക് കാര്യമായിട്ടുള്ളൊരു ഇൻവോൾവ്മെന്റ് എനിക്കായിട്ടില്ല, പക്ഷേ എന്നാ ഉണ്ടെന്ന് പറയാം. കാരണം ഉണ്ണിച്ചേട്ടനൊക്കെ ആദ്യമായിട്ടാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ആൾ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി, ഒരു വീഡിയോ, അതൊരു മ്യൂസിക് വീഡിയോ. അപ്പോൾ ഇൻഡിപെൻഡന്റ് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ അതൊരു ഇൻഡിപെൻഡൻ്റിൽ നിന്ന് വന്ന ഒരു ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് ഇപ്പോൾ എന്താണോ നമ്മളിവിടെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു പരിപാടി വെച്ചിട്ട് ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിക്ക് ഒരു ഫ്യൂവൽ കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മേ ബി ഒരു പ്രൊമോഷനായിട്ടോ നമ്മുടെ ഒരു സാധനം വെച്ചിട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പം അതിൻ്റെ ഒരു ഭാഗം ആയതിൽ ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. ഇപ്പം അതിലൊരു വോക്കൽ കൊടുക്കുക, അതൊരു പടത്തിനെ നമ്മൾ ഒരു കുറച്ച് ഭാഗമെങ്കിലും നമ്മളൊരു പ്രൊമോഷനാണല്ലോ. അപ്പം അതിന് റെപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ ഒരു ഇൻഡിപെൻഡൻറ്റ് സോങ് ഉപയോഗിക്കുക എന്നൊക്കെ പറയുന്നത്, ആ ഒരു സോങ് എന്നതിലുപരി ഇതൊരു ആ ഒരു കൾച്ചർ കൊടുക്കുക എന്നുള്ളതിൻ്റെ ഒരു സാധനം, അതിൽ ഭയങ്കര ഹാപ്പിയാണ് അത് ചെയ്ത്. ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ കിട്ടിയോ 4 വരി? അയ്യോ, അതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞുതരാം. അയ്യോ, അത് ഭയങ്കര സംസാരിക്കുന്ന പോലെ ഉണ്ടാവും അല്ലേ, അടങ്ങാത്ത സൂര്യൻ, അതിരില്ല കൈകൾ, അതാണ്. അപ്പം ജസ്റ്റ് ആ ഒരു റാപ്പ് എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഇപ്പോഴും 2-3 ടൈപ്പ്, അതായത് പലരും പല രീതിയിലാണ്. അതായത് ഒരു മെലഡിയാണ് റാപ്പിനെ ഭംഗിയാക്കുക, പക്ഷെ നമുക്ക് പറയാനുള്ളത് പറയാനാണ് റാപ്പ് എന്നുള്ളൊരു സാധനം. അത് വെറുതെ പറഞ്ഞു പോകാം. അപ്പം ഇപ്പോഴും ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്നത് കുറെ മെലഡിക്കലായിട്ട് വരുമ്പോഴേ അത് ഭംഗിയാവുന്നുള്ളൂ. പക്ഷെ നമുക്ക് ആക്ച്വലി പിന്നെ അത് പാട്ടാവാതിരിക്കാം, സ്റ്റിൽ നമുക്ക് പറയാനുള്ളത് പറഞ്ഞാൽ മതി. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് സംസാരിക്കുന്ന പോലെ ഉണ്ടാവുള്ളൂ. അത് ഇപ്പം അതിരില്ല കൈകൾ, കലിതുപ്പും കൺമുന്നിൽ പോയി പെട്ടാൻ നീ ചാമ്പൽ, അങ്ങനെയാണ് തുടങ്ങുന്നത്. സംസാരിച്ച് തുടങ്ങുകയാണ് പരിപാടി. അതാണ് മാർപ്പാപ്പ. ഞാൻ എവിടെ എഴുതി കണ്ടു, താങ്കളെ ഞാൻ എഴുതാറ്, ഞാൻ 1 man ഷോ ആണെന്ന് ഞാൻ പണ്ട് കൊടുത്തൊരു പ്രിന്റ് ഇന്റർവ്യൂവിൽ വായിച്ചു. ഐ റൈറ്റ്, ഐ കമ്പോസ്, പിന്നെ അത് എഡിറ്റ് ചെയ്യും, പബ്ലിഷ് ചെയ്യും, ഈവൻ കോസ്റ്റ്യൂം വരെ ഡിസൈൻ ചെയ്യും. ആ കാലഘട്ടത്തിൽ നിന്ന് മാറിയിട്ടുണ്ട്. മാർപ്പാപ്പയിൽ ഇതിനൊക്കെ ചുറ്റും ടീം ഉണ്ടായിരുന്നു? അത് ഫുൾ ടീം ഉണ്ടായിരുന്നു. എൻ്റെ വോക്കൽ മാത്രമേ അവിടെ പോയിട്ടുള്ളൂ, ഈവൻ ദ ഫ്ലോ ഞാനല്ല. എനിക്കത് എൻ്റെ അടുത്ത് 2-3 പേര് പറഞ്ഞ കായിനായിട്ട് ഭയങ്കരമായിട്ട് സിമിലർ ആണ് എന്ന് പറഞ്ഞു. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഫ്ലോ എനിക്ക് പുറത്തു തന്നു, ലിറിക്സ് എനിക്ക് പുറത്തു തന്നു. അപ്പം എൻ്റെ വോക്കൽ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. സോ അവരിങ്ങനെ പറയുമ്പോൾ എനിക്ക് കിട്ടിയ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഒരു വോക്കൽ അവിടെ ഐക്കണിക്കായിട്ട് നിൽക്കുന്നുണ്ട്, അവർക്ക് ആ ഒരു സാധനം ഓർമ്മ വരുന്നുണ്ട്. സോ അതവിടെ ഒരു പതിഞ്ഞതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഞാൻ ആ ഇത് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ അന്നൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നു. ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ എല്ലാം കുറേ വർക്ക്സ് ബാക്ക് ടു ബാക്ക് പരിപാടികൾ ചെയ്യും. അപ്പം പണ്ടത്തെ പോലെ എനിക്ക് ആ ഒരു എല്ലാത്തിലും അങ്ങോട്ട് പോയിട്ട് ഒക്കെ ചെയ്യണമെന്നുണ്ട്. പക്ഷെ ആ ഒരു അത് പിന്നെ ഞാൻ മനസ്സിലാക്കിയത് നമുക്ക് ഇരുന്ന് ചെയ്യുന്നൊരു, എനിക്ക് ഇപ്പോഴും അങ്ങനെ ചെയ്യാനാണ് ഇഷ്ടം കുറച്ച് സമയം. പക്ഷെ സാഹചര്യങ്ങൾ നമ്മളെ അതിന് സമ്മതിക്കണില്ല എന്നുള്ളതാണ്. കുറേ പാടങ്ങളും നാട്ടുമ്പുറമൊക്കെ കണ്ട് ജീവിച്ച ആളാണ് താങ്കൾ കൊച്ചുകുട്ടിക്കാലത്തെ, അല്ലേ? ഉറപ്പായിട്ടും. അപ്പോൾ ആ മലപ്പുറത്തുനിന്ന് ഇങ്ങനെ ഒരു റാപ്പിങ്ങിനുള്ളൊരു ഫസ്റ്റ് സ്പാർക്ക് എവിടെ വന്നേ? സ്പാർക്ക് എനിക്ക് തോന്നുന്നത് ആ ഒരു കോവിഡ് ടൈമിൽ വീട്ടിലിരുന്ന ഒരു സമയത്താണ്. എഴുതണം എന്നുള്ളൊരു സാധനം. കാരണം വേറെ ഒന്നുമില്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്, അതായത് ആൾക്കാരില്ല. അത്രയും കാലം ഒരു രാവിലെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് തൊട്ട് രാത്രി ബെഡിലേക്ക് പോകുന്നവരെ അത്രയും സോഷ്യലൈസ് ചെയ്തിട്ട്
ഇപ്പൊ വീട്ടിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ ഒരു 3 വീടപ്പുറം നമ്മൾ സംസാരിക്കും. അതേപോലെ ചെറുപ്പത്തിൽ ഒരു റേഡിയോത്തെ പാട്ട് ഒരു 3 വീടപ്പുറം മതിലില്ല ഫ്രണ്ടിൽ വീടിന്റെ. അപ്പം മാത്രല്ല എന്റെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ കോലിക്കര എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ നടുവിലാണ് വീട് നിൽക്കുന്നത്. അപ്പം പാസ് ചെയ്യുന്നവർ അപ്പം അത്രയും സോഷ്യലൈസിങ് ആയിരുന്നു. പിന്നെ അത്ര വലിയൊരു മതിൽ കെട്ടി വലിയൊരു ഫാമിലി അല്ല. അപ്പം നമ്മള് ഇവിടെ ഉണ്ട്. അപ്പം അതിൽ നിന്ന് ഒരു അത്രയും ചളവള സംസാരിച്ച് പിന്നെ കോളേജ് പഠിക്കുന്ന സമയത്ത് കുറെ വായിക്കാൻ പറ്റി, ലൈബ്രറി പരിപാടിയൊക്കെ വായിക്കാൻ പറ്റി. കാരണം ക്ലാസ്സിൽ കയറുന്നില്ല, അപ്പൊ ടൈം കിട്ടി. എന്ത് ചെയ്യും ഈ രാവിലെ 10 മണി മുതൽ 4 മണി വരെ എന്നുള്ള സാധനമുണ്ട്. അപ്പോൾ ഒന്നല്ലെങ്കിൽ വല്ല നോട്ടീസിന്റെ പിന്നാലെ പോകുക, കഴിഞ്ഞിട്ട് പിന്നെ വേറെ എങ്ങനെയും പോകും. പിന്നെ കുറച്ച് സമയം കളയാൻ വേണ്ടി പോക്കാൻ വേണ്ടി ലൈബ്രറിയിൽ പോയതാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഈ കോവിഡ് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അവിടെ നിന്നൊക്കെ ഇങ്ങനെ വല്ല പയ്യെ ഇങ്ങനെ എഴുതി തുടങ്ങി പറഞ്ഞാൽ നമ്മുടെ ഒരു ഉള്ളിലത്തെ ആ ഒരു സമ്മർദ്ദം ആയിട്ട് അങ്ങനെ വെറുതെ അങ്ങനെ ഒരു സ്റ്റാർട്ട് ചെയ്തു. ഓർമ്മയുണ്ടോ ആദ്യത്തെ വരികൾ ചിട്ടപ്പെടുത്തിയിട്ട് ഇത് ഒരു റാപ്പ് ചെയ്തിട്ട് ആർക്കെ ആദ്യം കേൾപ്പിച്ചേ? സിറാജ് എന്ന് പറഞ്ഞൊരു ഞാൻ ആദ്യം ഒരു 4 വരെ പഠിച്ച സ്കൂളിലത്തെ ഹെഡ് മാഷ. ആളുടെ മകൻ ഒരു മ്യൂസീഷ്യനാണ് അവൻ. അപ്പോൾ അവൻ്റെ കൂടെ അങ്ങനെ ഇരുന്നു നമ്മൾ ചെറിയ ജാമിങ്. എനിക്ക് തോന്നുന്നു അവന് മീറ്റ് ചെയ്യണക്കുമ്പോൾ ഞാൻ എഴുതിയിട്ടുണ്ട് ഐ ഗസ്. പക്ഷെ കേൾപ്പിക്കുന്ന ഓൾഡി എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട് വയനാടുള്ള, അവൻ ഫോട്ടോഗ്രാഫറാണ്. അപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിലുള്ള ഒരു കണക്ഷൻ മാത്രമേ ഉള്ളൂ. അവൻ്റെ അടുത്ത് ഞാനിങ്ങനെ മെസ്സേജ് ഒക്കെ, അപ്പോൾ അവനാണ് എനിക്ക് ഇങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ യൂട്യൂബിൽ ഫ്രീ ബീറ്റ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മളിങ്ങനെ അതിന് മേലെ ചെയ്യണം പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതൊക്കെ ചെയ്ത് നോക്കി. അപ്പം അവനാണ് എനിക്ക് അപ്പം ഇങ്ങനെ ഒരു പരിപാടി അവനെ കേൾപ്പിച്ചു. പിന്നെ അത് പിന്നെ അങ്ങനെ മൂടി വെച്ചു. പിന്നെ കൊച്ചിയിൽ വന്നിട്ട് അത് ഓർമ്മയുണ്ടോ? അത് ഉറപ്പായിട്ട്. അതായത് സമയമില്ല, ജീവിക്കാൻ സമയമില്ല, ആശിക്കാൻ സമയമില്ല, മോഹിക്കാൻ അത്രയില്ല. പിന്നെ ഒരു കുറച്ചിങ്ങനെ ഒരു പറഞ്ഞുകൊണ്ട് ഇതിൽ ഈ സിനിമയിൽ കണ്ടിട്ടുണ്ട്, ജീവിതത്തിൽ കാണുമ്പോൾ രസമുണ്ട്. അത് കഴിഞ്ഞിട്ട് ജനിച്ച അന്ന് മുതൽ കാണുന്നതാണ് മാൻ, ബുദ്ധി വെച്ച മുതൽ കേൾക്കുന്നതാണ് ഞാൻ, അന്ന് എനിക്ക് 21 വയസ്സ്, കണ്ടു തുരുമ്പെടുത്തെൻ്റെ കുഞ്ഞു മനസ്സ്, അവസാനമില്ല ഈ അടി. കാരണം അതങ്ങനെ ഒരു നമ്മുടെ പ്രശ്നങ്ങളും ആകെ സങ്കടങ്ങളൊക്കെ ആയിട്ടുള്ള അങ്ങനെ പോണൊരു സാധനമാണ്. പിന്നെ അതങ്ങനെ മൂടി വെച്ചത്. പിന്നെ ഇവിടെ വന്നിട്ടാണ് പിന്നെ ആ ഒരു പെട്ടി തുറക്കുന്നത്. കൊച്ചിയിൽ വരുന്നത് ഫാഷനാണ്. പിന്നെ അത് ഒരു ആയിപ്പോയതാണ്. പക്ഷേ ഈ 2024 ശരിക്കും പറഞ്ഞാൽ നല്ല കൊല്ലായിരുന്നു താങ്കൾക്ക് ഇല്ലേ? എല്ലാ വർഷവും നല്ല വർഷമാണ്. കാരണം എല്ലാ വർഷവും ഞാൻ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ വർഷമാണ് ഒന്നുകൂടെ എനിക്ക് എന്നെ ഒന്ന് ചിട്ടപ്പെടുത്താൻ സമയമില്ലാതെ പോയ വർഷം. പക്ഷേ മാഷാ അല്ലാഹ് കുറേ പണികൾ വന്നിട്ട്, അതായത് വർക്ക് പരമായിട്ട് എനിക്ക് സമയം കിട്ടാനായിട്ടാണ്. പക്ഷേ എനിക്ക് ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസ ഇത് അതിൻ്റെ മേലെ നമ്മളെ ചിട്ടപ്പെടുത്താൻ കിട്ടുന്ന സമയം ഉണ്ടല്ലോ, വെറുതെ ഇരുന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന. കായ് ചെയ്യുന്നത് 2023-ലാണോ? ഇല്ല, എനിക്ക് തോന്നുന്നത് ഈ വർഷം ജാനുവരിയിലാണ്, 2024 അത് ജാനുവരി 1st or 2nd or 3rd ഒക്കെ ആയിട്ടാണ് തോന്നുന്നുണ്ട്. ഞാൻ സ്പോട്ടിഫൈയുടെ ഒരു റിപ്പോർട്ട് വായിക്കായിരുന്നു. 5300% ഇൻക്രീസാണ് മലയാളം മറ്റേ ഓഡിയൻസ്, എസ്പെഷ്യലി നിങ്ങൾ റാപ്പേഴ്സ് കാരണം ഉണ്ടായിരിക്കുന്ന അവരുടെ ഒരു പോഡ്കാസ്റ്റ് കൂടെ ഞാൻ വായിച്ചു കേട്ടു. ഇത്രയും നിങ്ങൾ 4-5 പേരുണ്ടല്ലോ ഇതിന് ടോപ്പായിട്ട് നിൽക്കുന്ന കുറേ ആൾക്കാർ. അങ്ങനെയുള്ള നിങ്ങൾ തമ്മിലുള്ള ഒരു കോർഡിനേഷൻ കൊളാബറേഷൻ എങ്ങനെയാണ്? നിങ്ങൾ പലരും കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്നൊരു ഇൻക്രീസ് ഈ ഒരു 2-3 കൊല്ലത്തിലുണ്ടാവാനുള്ള കാരണം അത് എവിഡൻ്റായി തുടങ്ങുന്നത് ഇപ്പോഴാണ്. അതായത് ഒരു 1 ലക്ഷം റുപ്യ 2 ലക്ഷം റുപ്യ ആക്കാൻ കുറച്ച് പണിയുണ്ട്. അത് 4 ആക്കാൻ അതിൻ്റെ അത്ര പണിയില്ല. അതിങ്ങനെ ഒരു കോടിയായിട്ട് 2 കോടി ആക്കാൻ അത്ര പണിയില്ല. 2 കോടി 4 ആക്കാനും 4 8 ആക്കാനും സമയം ചുരുങ്ങി വരും. അപ്പം ഈ 1 ലക്ഷം റുപ്യ എന്നൊരു 16 റുപ്യ 20,000 റുപ്യ ആക്കാം. അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു ഇതിൻ്റെ ബാക്കിൽ. ഒരു 3 4 5 6 വർഷം മുന്നേ തന്നെ ചെക്കന്മാർ പണി തുടങ്ങിയിട്ടുണ്ട് ഇതിനേക്കാളൊക്കെ മുന്നേ. അപ്പം എല്ലാവരും ആ ഒരു ക്രേവിങ് അല്ലെങ്കിൽ ആ ഒരു ഇവിടെ ഒന്നും ഇല്ലല്ലോ, നമ്മൾ പുതിയതായിട്ട് ചെയ്യാം. അപ്പം അത്രയും ഒരു പാഷൻ ഉണ്ടാവും ഈ സൈഡിൽ. കാരണം ഇവരാരും നമ്മളും വരുന്നത് ഇത് ഓൾറെഡി ചെയ്തിട്ട് ഇവിടെ സക്സസ് ഇൻ ദ സെൻസ് ഒരു കരിയറായിട്ട് ഇത് ചെയ്യാമോ എന്നുള്ളൊരു സാധനത്തിലാണ് നിൽക്കുന്നത്. അപ്പം അവിടുന്നാണ് നമ്മളൊന്നും നോക്കാണ്ട് ഇതിലേക്ക് പെട്ട് വീണ് പോവാന്ന് പറയാ, ഒരു ട്രാക്കിലേക്ക് വീഴാന്ന് പറയാം. അപ്പോൾ ഭയങ്കര മാറ്റാണ്.
ഈ പരിപാടി കാണുമ്പോൾ. ഞാൻ നോക്കിയിട്ട് ആദ്യമൊക്കെ പറയുമ്പോൾ ജാസി ഗിഫ്റ്റ് ആണെങ്കിലും ഇപ്പം റഹ്മാന്റെ പടകാളി പാട്ട് അതൊക്കെ തന്നെ ഇതിലൊരു അംശങ്ങൾ ഉണ്ടായിട്ടുണ്ടാവണം അല്ലെ നമ്മളിത് കേൾക്കുമ്പോൾ. വരുന്നതിന് മുമ്പ് നമ്മൾ പറയുന്ന ഒരുപാട് പഴയ സ്പീഡുള്ള പാട്ടുകൾ കോണ്ടന്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ വയ്ക്കും അതിനങ്ങനെ എത്തുമ്പോൾ. പക്ഷെ നമ്മൾ കേൾക്കുന്ന ഗ്ലോബലി ഓഫ് കോഴ്സ് എംഎനം ആണെങ്കിലും നിക്കി മിനാഷ് ആണെങ്കിലും ഇത്രയും എന്താ പറയുക ദ ടോപ്പ് ആൾക്കാരാണെങ്കിലും. അപ്പോൾ അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു ആദ്യം. റാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ മൂവിക്ക് പാട്ട് ചെയ്യുന്നുണ്ട്, ഇറ്റ്സ് നോട്ട് മൈൻ. അതെ, എൻ്റെ ട്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 300 വ്യൂവേഴ്സ് ആണെങ്കിലും ഇപ്പം 10,000 വ്യൂവേഴ്സ് ആണെങ്കിലും ഇറ്റ്സ് മൈ ബേബി. അത് എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. എനിക്ക് അറിയുന്ന വാക്കുകൾ വെച്ച് ഞാൻ ചിട്ടപ്പെടുത്തി. ഇപ്പം ഞാനൊരു വാക്ക് വെച്ചിട്ട് എൻ്റെ അടുത്ത് ആരും വന്ന് പറയാനില്ല ഇത് വെക്കണ്ട അത് വെക്ക്, ഇതിന് പകരം ഇത് വെച്ചാൽ ഇത് മറ്റാൾക്ക് ഇഷ്ടാവില്ല. കാരണം എൻ്റെ അടുത്ത് അങ്ങനെ ആരും വന്ന് പറയാനില്ല. ഇഫ് ഐ ആം ഡൂയിങ് മൈ ഓൺ സോങ് ഓൺ ട്രാക്ക്. അപ്പം അതാണ് റാപ്പ്. സിനിമയെ കുറിച്ച് ബന്ധവും വേണം, പെട്ടെന്ന് അത് വരാനും പാടില്ല. ചില റാപ്പിന്റെ ലിറിക്സ് നോക്കുമ്പോൾ വാട്ട് യു കോൾ ആസ് ബാർസ് അല്ലേ? അപ്പൊ ഞാൻ അതൊക്കെ പഠിച്ചതാണ്. ഞാനും പഠിച്ചു. അപ്പോൾ അത് ചിലവർക്ക് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം ഈ ഒരു പൊളിറ്റിക്കൽ മെസ്സേജിങ് പറയാനും അങ്ങനത്തെ ഒരു നരേഷൻ എത്തുന്നുണ്ട്. കാരണം ഈ താങ്കൾ പറഞ്ഞ കോവിഡിലുണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ ആണെങ്കിലും അതല്ല അതോട് കൂടെ വന്ന് നമ്മുടെ ഇപ്പോൾ ജാതി, റേസ്, കാസ്റ്റ്, റിലീജിയൻ ഇങ്ങനത്തെ കാര്യങ്ങളിൽ കൂടെയൊക്കെയുള്ള ലിറിക്സ് ഞാൻ കേട്ടു. അപ്പോൾ ഈ എഴുതുമ്പോൾ ഇതൊക്കെ മനസ്സിലുണ്ടാവാറുണ്ടോ? എന്തായിരിക്കും താങ്കൾ പോണ സമയത്തുള്ളൊരു മോട്ടോ എന്താ സാധാരണ ബേബിജിന്ന്? അത് പല സമയത്ത് പലതാണ്. ഇറ്റ്സ് ലൈക്ക് എ പോം. അത് ചിട്ടപ്പെടുത്തുന്നതിലൊരു ഭംഗി ഉണ്ടാവും. റൈംസ് ഇപ്പൊ ലാസ്റ്റ് ഒരു 3 ലെറ്റർ വരുന്ന എൻഡിങ് എന്ന് വെച്ചാൽ നമ്മൾ അതൊക്കെ നമ്മൾ നോക്കും, പ്രാക്ടിക്കലി നോക്കും. ഒരു കേൾക്കുമ്പോൾ ഒരു ഭംഗി, അത് നമ്മൾ പോം ട്രീറ്റ് ചെയ്യുന്ന പോലെ തന്നെ അത് ട്രീറ്റ് ചെയ്യും. പക്ഷെ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകൾ വെച്ചിട്ട് അതെങ്ങനെ ആക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് വലിയ അക്ഷരാഭ്യാസം ഇല്ല മലയാളത്തിൽ. അതായത് നമ്മൾ ബുക്കിലുള്ള പദങ്ങളുണ്ടല്ലോ, ഇത് വെച്ചിട്ട് അത് വെക്കുക ഇത് വെക്കുക, അതിനെ കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഇല്ല, പഠിച്ചിട്ടുള്ള. അതായത് പക്ഷെ എൻ്റെ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഇതിന് ഭയങ്കര എന്താ പറയുക റിസോഴ്സസ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കുറേ വാക്കുകൾ വെച്ചിട്ട് നമ്മൾ കളിക്കും. അതായത് ഒരു വാക്കിന് 10 വാക്കുണ്ടാവും പകരം. പിന്നെ ഒരു 3 വേർഡ് പറയുന്നതിന് പകരം ഒറ്റ വേർഡിൽ നമുക്ക് ഒതുക്കാൻ പറ്റും. അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് തന്നെയായിരുന്നു ബേബിജിന്റെ USP എന്ന് പറയുന്നത് വെച്ചെങ്കിൽ മലബാർ ഭാഷ വളരെയധികം കണ്ടതും കേട്ടതും. കറക്റ്റ്. ഈ വാക്കുകൾ കായി ആണെങ്കിലും ഈ തലക്കനത്തിലേക്ക് എത്താനുള്ള ചാൻസ് എന്തായിരുന്നു? തലക്കനം എന്തായിരുന്നത് ഓർമ്മയില്ല. അത് പ്രത്യേകിച്ച് ഒരു ഇന്റൻഷനലി ചെയ്യുന്ന കാര്യമില്ല. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുമ്പോൾ ചില ട്രാക്ക് ഞാൻ വെറുതെ ഒരു ടൈറ്റിൽ ഇട്ട് വെക്കും. ടൈറ്റിലിന്റെ താഴെ അതായത് എനിക്കൊരു അതൊരു കണ്ടന്റ് ഓർമ്മ വരുമ്പോഴാവും ഒരു ടൈറ്റിൽ ഓർമ്മ വരും. അപ്പോൾ ഞാൻ ആ ടൈറ്റിൽ ഇട്ട് വെക്കും. അതിന്റെ ബാക്കിൽ അങ്ങനെ എഴുതി പോവാറുണ്ട് ചില സമയത്ത്. ഇപ്പം ചില വേർഡ് കിട്ടും, അപ്പം അതിന്റെ ബാക്കിലൊക്കെയാണ് നമ്മൾ എഴുതി പോവുക. അപ്പോൾ ഒരു കണ്ടന്റ് നമുക്കറിയുന്ന നമ്മൾ കണ്ട ഒരു കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരു തിരിഞ്ഞിട്ടൊരു വേർഡൊക്കെ ആയിട്ട് വരും. ഒരു 10 കാര്യം ഒരൊറ്റ വേർഡായിട്ട് വരും. അപ്പോൾ തലക്കനം എന്ന് പറഞ്ഞൊരു ട്രാക്ക് ഇറ്റ്സ് ഓൾ അബൌട്ട് ദ പ്രൈഡ് വേർ വി ആർ കമ്മിങ് ഫ്രം എന്നുള്ളൊരു സാധനത്തിലാണ് പോണത്. സോ നമുക്ക് അത്രയും ഒരു പരിപാടിയൊക്കെ കണ്ടതാണ്. ഇറ്റ്സ് എ ബ്ലെസ്സിങ്. സോ അതൊരു വയലൻസ് മൂഡിൽ കൊടുക്കുക എന്നുള്ളൊരു സാധനം, അത് ഒരു ആർട്ട് അങ്ങനെ ഒപ്പിച്ചു വെച്ചു അത്ര. അതൊന്നു ഇപ്പം അതിലൊരു പോർഷൻ ഉണ്ട്. അതായത് വളപ്പിൽ പറമ്പിൽ തിരിക്കണ ചാലിൽ കിടക്കണ കടക്കട വലിപ്പിച്ച് നോക്കണ്ട, ഉച്ചക്ക് മേപ്പെട്ട് വട്ടട്ട് കീപ്പെട്ട് നോക്കണ ചുട്ടിപ്പരുന്തിൻ്റെ കണ്ണിൻ്റെ മൂർച്ചത്തി പിച്ചാത്തി കിട്ടണ നാട്ടിൽ കുമ്പിട്ട് നിന്നിട്ട് കാളാവൻ നോക്കണ്ട, വടക്കിലെ കൂര മണ്ണിട്ട് ചൂര മുണ്ടാൻ നിൽക്കേണ്ട കടാര കയറ്റും, തിരിച്ചങ്ങോട്ട് വരുമ്പോൾ ചോര ചീറ്റും, വലിച്ച് കളഞ്ഞ് പിന്നെയും കയറ്റും, തിളച്ച ചോര തെറിച്ച മോറ വെറിച്ച പാതി ഞാൻ കുറിച്ചതാണ്. സോ ഇറ്റ്സ് ലൈക്ക് വളപ്പിൽ പറമ്പിൽ കിടക്കുന്ന, അതായത് എവിടെയെങ്കിലും കിടക്കുന്ന എന്ത് ചെറിയ സാധനമാണെങ്കിലും അതിൻ്റെ വലുപ്പം നീ നോക്കണ്ട. അതാണ് വളപ്പിൽ പറമ്പിൽ കിടക്കണ ചാലിൽ കിടക്കണ കടക്കട വലിപ്പിച്ച് നോക്കണ്ട. അതിനെ നീ ഒരിക്കലും ജഡ്ജ് ചെയ്യണ്ട. വട്ടെവർ ഇറ്റ് ഈസ്. ഉച്ചക്ക് മേപ്പെട്ട് വട്ടട്ട് കീപ്പെട്ട് നോക്കണ ചുട്ടിപ്പരുന്തിൻ്റെ കണ്ണിൻ്റെ മൂർച്ചത്തി പിച്ചാത്തി കിട്ടണ നാട്ടിൽ കുമ്പിട്ട് നിന്നിട്ട് കാണാവുന്ന. അതായത് നട്ടുച്ചക്ക് പറക്കണ പരുന്തിൻ്റെ, അത് ചുട്ടിപ്പരുന്ത് ഏറ്റവും ഷാർപ്പാണ് അതിൻ്റെ കണ്ണ്. അതിൻ്റെ കണ്ണിൻ്റെ മൂർച്ചുള്ള പിച്ചാത്തി കത്തി കിട്ടണ നാട്ടിൽ വന്നിട്ട് നീ അവിടെ ഒരു നടുക്കണ്ട തിന്നാൻ നോക്കണ്ട. വടക്കിലാണ് കൂര മണ്ണിൻ്റെ ചൂര മണ്ണിൻ്റെ മണ്ണാണ് മുണ്ടാൻ നിൽക്കേണ്ട കടാര കയറ്റും. അത് മെറ്റഫറിക്കലി നമ്മൾ പറയുന്നതാണ്. വലിച്ചങ്ങോട്ട് ഊരുമ്പോൾ ചോരാച്ചി, അത് അവിടെയാണ് നമ്മളെ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞത്. അതായത് ഒരു പോം ട്രീറ്റ് ചെയ്യുന്ന പോലെ ലാസ്റ്റ് എൻഡ് ചെയ്യുന്നത്. അതായത് മുണ്ടാൻ നിൽക്കേണ്ട കടാര കയറ്റും, തിരിച്ചങ്ങോട്ട് വരുമ്പോൾ ചോരാ ചീറ്റും, വലിച്ച് കളഞ്ഞ് പിന്നെയും കയറ്റും. അതായത്
ആ ഒരു സാധനത്തിന്റെ ഭയങ്കര ഡോമിനൻസ് ഉണ്ട് അവിടെ. ചാ എന്നുള്ള വാക്കിന് ഉച്ചക്ക് വട്ടടി പിന്നെ ചുട്ടിപ്പരുന്തിന്റെ കണ്ണിന്റെ മൂർച്ചെത്തി പിച്ചാത്തി കിട്ടുന്ന നാട്ടിൽ കുമ്പിട്ട് ആളാവാൻ നോക്കണ്ട വടക്കിൽ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നത് ഇത് ഈ പറഞ്ഞ സാധനം ലാസ്റ്റ് എൻ്റെ ഈ 3 വേർഡ് വെച്ചിട്ട്. അപ്പം അത് നമ്മൾ നോക്കും എന്തെങ്കിലും പറയുമ്പോഴും. പക്ഷെ നമ്മൾ അതിൻ്റെ കൂടെ ഈ ഒരു ഹാർമണി ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. ട്രാക്ക് പ്രോസസ്സ് എങ്ങനെയാണ് ഈ പുതിയൊരു സാധനം ഇങ്ങനെ ഇതിപ്പോൾ ഈ പറയുന്ന മാതിരി ചില വാചകങ്ങൾ അല്ലെങ്കിൽ ചില വാക്കുകൾ നമ്മുടെ മനസ്സെന്നോ അല്ലെങ്കിൽ രാവിലെ ഒരു യാത്രയ്ക്ക് മുമ്പ് ഒരു പെട്ടെന്ന് ചിലപ്പോൾ മനസ്സിൽ തരുന്നു. പിന്നെ അവിടെ നിന്ന് എങ്ങനെയാണ് തുടങ്ങുന്നത്? നമ്മളൊരു പണിക്കിരിക്കില്ല അത് അതായത് അതിന് തുടക്കം എന്ന് പറഞ്ഞ സാധനം ഇല്ല. ഇരുന്നിട്ട് ഇന്നങ്ങൾ എഴുതണം എന്ന് പറഞ്ഞാൽ വരില്ലല്ലോ. ഇല്ല, എനിക്കിപ്പോൾ വേണമെങ്കിൽ ഈ സാധനം എനിക്കിപ്പോൾ ഇത് പോകാന്ന് പറഞ്ഞിട്ട് ഈ സാധനം എനിക്കിപ്പോൾ പോയിട്ട് ഇവിടുന്ന് വെൽഡ് ചെയ്ത് ഇത് കട്ട് ചെയ്ത് ഇതിന് മെഷർമെന്റ് ടൈപ്പ് എടുത്ത് എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. അതെനിക്കിപ്പോൾ വിചാരിച്ചാൽ പറ്റും. മറ്റതും എഴുതാനും പറ്റും. പക്ഷെ അത് വരുമ്പോഴാണത് എഴുതുമ്പോൾ ഭംഗി ഉണ്ടാവുക. നമുക്ക് എഴുതാൻ തോന്നണം, ഒരാർട്ട് ഉണ്ടാക്കാൻ തോന്നണം. വിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ അത് പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിനെ നമ്മളൊന്ന് പിഴിയും. മറ്റത് ഇങ്ങോട്ട് തരും, നമ്മുടെ ഉള്ളിൽ നിന്ന് അവരെ ഉള്ളിൽ തരും. നമുക്ക് ഉള്ളിൽ നിന്ന് ഈ പിഴിയണ സമയത്ത് ചില സമയത്ത് നമുക്ക് ഈ റൈറ്റേഴ്സ് ബ്ലോക്ക് വരും. ഒരു ഉറപ്പായിട്ടും അല്ലേ, ഒരു എന്താ പറയുക ശബ്ദത്തിനോ ആ വാക്കിനോ വേണ്ടി കിട്ടാൻ കാത്തു നിൽക്കും. അങ്ങനെ നിന്ന് കുറച്ച് സമയം പോയിട്ട് ഇഷ്ടം പോലെ ആണല്ലേ. മറ്റേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുമ്പോൾ ബാക്കി പിന്നെ എഴുതാം. ലൈക്ക് ഡയറി, മേ ബി ഡയറി നമ്മളെ പറ്റുന്ന പോലെയാണ്. വരുമ്പോൾ അതവിടെ കുറിച്ചിട്ട് ഓഡിയോ നോട്ടാണോ അതോ എഴുതി വെക്കോ? പലതും എഴുതി വെക്കും. പിന്നെ എഴുതാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ വയ്യ, ഫോണൊന്നും കാണാനും കൂടി ഇല്ല എന്നുള്ള അവസ്ഥയിലേക്ക് വെറുതെ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടൊക്കെ പോകും. എന്നിട്ട് അതിൻ്റെ കൂടെ അതും പറയേക്ക് ഇതിങ്ങനെ ചെയ്യണതൊക്കെ വയ്യാത്തതുകൊണ്ടാണ്, ലോക്ക് തുറക്കാനായിട്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഓഡിയോ എന്തായാലും എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം നമുക്ക് ആ ഒരു ചില സമയത്ത് ഓർമ്മ വരുന്ന കാര്യം, ചിലപ്പോൾ അടിപൊളി കാര്യം, ഒരു സീനൊക്കെ കാണുമ്പോൾ അടിപൊളി കാര്യങ്ങൾ ഓർമ്മ വരും. പക്ഷെ അത് പിന്നെ ഓർമ്മ ഉണ്ടായിട്ടില്ല. അപ്പോൾ സ്പോട്ടിൽ നോട്ട് ചെയ്യും. എനിക്കിപ്പോൾ ഫോൺ എൻ്റെ അടുത്തില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തുള്ള ആരാണോ ഞാൻ അവരുടെ അടുത്ത് വിളിച്ചിട്ട് അത് നോട്ട് ചെയ്യാൻ പറയും. അത് ഞാൻ ഇംപ്രവൈസ് ചെയ്തൊരു കാര്യമാണ് എൻ്റെ ലൈഫിൽ. ഇപ്പോൾ ഈ ഒരു ഇതിങ്ങനെ ആയപ്പോൾ ഒരു പാട്ട് പരിപാടി, അപ്പോൾ ഇതിനത് ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാക്സിമം അത് മടിയില്ലാതെ എങ്ങനെയെങ്കിലും അത് കുറിച്ച് വെക്കാൻ നോക്കും. പണ്ടൊക്കെ ഇപ്പോൾ ഇത് എല്ലാവരും പറഞ്ഞു കേട്ട കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ പാട്ടൊക്കെ പാടി കളിച്ച് നടക്കുകയാണ് എന്ന് പറയും. രണ്ട് വിധത്തിൽ ആൾക്കാരോ നീ എന്തൊക്കെയാടാ ചെയ്യണേ, നീ എന്തൊക്കെയാടാ ചെയ്യണേ, ഈ രണ്ടിലും നല്ല വ്യത്യാസമുണ്ട്. താങ്കൾക്ക് ഇങ്ങനെ ഞാൻ താങ്കൾ എന്ന് വിളിക്കുന്നത് കുറേ വരുമ്പോൾ പറയട്ടെ എന്തിനാ ഇങ്ങനെ വിളിക്കുന്നത്, അത് ബഹുമാനമല്ല, ഞാൻ അങ്ങനെ വിളിച്ചു പോകുന്നതാണേ, സോറി. അതിനൊക്കെ സോറി പറയണം. അതെന്നെ ശരി. അപ്പോൾ ഈ നാട്ടിൽ അങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങളിൽ ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട് എന്തെന്നാണ് വീട്ടിൽ ആദ്യം എന്തൊക്കെ എന്താ ചെയ്യണമെന്ന് ആദ്യം ചോദിക്കുന്നത്, ഇതെന്ത് സാധനം. ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ എന്തൊക്കെയാണ് മാറി. അപ്പൊ ആ ഒരു ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ അതിൽ ആൾക്കാരെ മനസ്സിലാക്കാൻ അറ്റ്ലീസ്റ്റ് സ്വന്തം വീട്ടിലെ ആൾക്കാരെ മനസ്സിലാക്കിക്കാൻ സമയം കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ? ഒരുപാട്. എന്തായിരുന്നു പഠിക്കാൻ വിട്ടത് വീട്ടിൽ നിന്ന്? ഫാഷൻ ഡിസൈനിങ്. ഫാഷൻ ഡിസൈനിങ് അതിപ്പോ എന്തായാലും ചെയ്യാലോ. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനാണ് വീട്ടിൽ നിന്ന് വിട്ടത് എറണാകുളത്തേക്ക്. അപ്പം അത് വന്നു ചെയ്തു. ഇൻ ബിറ്റ്വീൻ ഞാൻ കുറെ ആൾക്കാരെ പരിചയപ്പെട്ടു. അപ്പം എനിക്കിങ്ങനെ ഒരു പരിപാടി, ഞാൻ ഓൾറെഡി പൂട്ടിയെ പെട്ടി തുറക്കാനുള്ള കുറച്ച് ആൾക്കാരെ പരിചയപ്പെട്ടു. രാവിലെ നേരത്തേക്ക് ഇരിക്കുമോ പെട്ടെന്ന് സ്പാർക്കൊക്കെ വന്നിട്ട്, അതോ നിങ്ങൾക്ക് ഒരു ടൈം ലൈൻ ഉണ്ടോ? ഒരു സാധാരണ ദിവസം എങ്ങനെയാണ്? ഞാൻ വർഷത്തിൽ 3 തവണയൊക്കെ ചെയ്യുന്ന കാര്യം പോലെയാണ്. ഞാൻ വളരെ ലേറ്റായിട്ട് ഉറങ്ങിയത്. പക്ഷെ ഞാൻ യൂഷ്വലി നേരത്തെ ഉറങ്ങുന്ന ആളാ. ഒരു 365 ദിവസം ഉണ്ടെങ്കിൽ ഒരു 340 ദിവസവും ഞാനൊരു കാലത്ത് 6 മണി to 9 മണിയുടെ ഉള്ളിൽ എനിക്കും. അതിൽ കൂടുതലും ഒരു 7-8. അത് നല്ല കാര്യമാണ്. ഉറപ്പായിട്ടും നേരത്തെ ഇനിയിപ്പോൾ എന്ത് കോലാഹലങ്ങളാണെങ്കിലും ഞാനൊരു 12 മണിയാകുമ്പോൾ പോയിട്ട് അതൊരാളാണ്. അപ്പം എനിക്കത് കുറേ അതിന് നെഗറ്റീവ് ഉണ്ട്. ഞാൻ വേറെ അവിടെ പോകുമ്പോഴൊക്കെ ഈ ജെറ്റ് ലാഗ് ഒക്കെ ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്യും. ഫ്ലെക്സിബിൾ സ്ലീപ്പ് സൈക്കിള് അല്ല, അതായത് ഫ്ലെക്സിബിൾ ഇൻ ദി സെൻസ് എനിക്കിപ്പം ആ ഒരു ടൈമുണ്ട് ഉറങ്ങാൻ എനിക്കാൻ. അപ്പം പുറത്ത് പോകുമ്പോൾ ഈവൻ ജെറ്റ് ലാഗും കൂടെ ഭയങ്കര ഷാർപ്പായിട്ട് തന്നെ ഹിറ്റ് ചെയ്യും. അത് ഭയങ്കരമായിട്ട് പ്രശ്നമാണ്. ഹബീഷ് റഹ്മാൻ ബേബി ജീനായ കഥ ഒന്ന് പറയൂ. അത് ചെറുപ്പത്തിലായിട്ടുണ്ട്. ഹാബി ബിക്കെയിം ബേബി. ഹാബി എന്നുള്ളൊരു സാധനം ചെറുപ്പത്തിൽ പ്രൊനൗൺസ് ചെയ്യാൻ പറ്റാതെ ഞാൻ എന്നെ ഹാബി എന്ന് വിളിക്കാനായിട്ട് ഞാൻ എന്നെ തന്നെ പറഞ്ഞത് ബേബി, ബാബി എന്നുള്ള സാധനമാണ്. അത് പിന്നെ അങ്ങനെ ഇപ്പൊ പുറത്ത് പോകുമ്പോൾ ആയാലും നമ്മൾ ചെറുപ്പത്തിൽ മറ്റേ പേരെന്താന്നൊക്കെ ചോദിക്കുമല്ലോ,
അപ്പോൾ നമ്മൾ പറയുമല്ലോ നമുക്ക് അറിവുള്ളൊരു ഇത് വെച്ചിട്ട് അങ്ങനെ അതായിട്ടുള്ളതാണ്. അത് വേറെ ജീൻ പിന്നെ ഒരു കോളേജിലൊക്കെ എത്തിയപ്പോൾ അങ്ങനെ വെറുതെ ഒരു സ്റ്റൈലിന് വേണ്ടി അങ്ങനെ ഇതിനു വേണ്ടി ഇട്ട പേരല്ല. ഞാൻ ഇത് വിചാരിച്ചിട്ടില്ലല്ലോ. പക്ഷെ ആ ഒരു നെയിം ഞാനെന്നൊരു വ്യക്തിനെ ആർട്ടിൽ ബ്രാൻഡ് ചെയ്യണം എന്നുള്ള കാര്യം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് അപ്പോൾ അങ്ങനെ ഒരു അണ്ടർസ്കോർ ഇല്ലാത്ത ഇൻസ്റ്റഗ്രാം ആയിരുന്നല്ലോ, ഒരു ബ്രാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പേര് എന്നുള്ള രീതിയിൽ ജീൻ ആഡ് ചെയ്തതാണ്. എനിക്ക് എപ്പോഴും മൈക്കിൾ ജാക്സന്റെ ബില്ലി ജീൻ ഓർമ്മ വരും. ഞങ്ങൾ ആ കാലത്ത് പഠിച്ച് ഈ കായ് എന്നുള്ളതിന്റെ പ്രൊഡക്ഷനിലേക്ക് എത്തുമ്പോൾ ചില എല്ലാത്തിലും ഓരോ ലേണിംഗ് ഉണ്ടാവും. അതായത് ഇത് ഇനി ചെയ്യാൻ പറ്റില്ല, ചിലതൊക്കെ നമ്മൾ വിചാരിക്കേണ്ട 18 മുറ ഞാൻ പഠിച്ചു എന്നൊക്കെ പറയും ചില സമയത്ത് ചില കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ. അപ്പോൾ കായലിലേക്ക് എത്തുമ്പോഴെങ്ങനെയാ അതിൽ? ഇല്ല, ഞാൻ കായലിലെ തുടങ്ങിയത്, അതന്നെ കായലിലേക്ക് എത്തിയിട്ടില്ല. അതായത് എനിക്ക് തോന്നുന്നത് ബന്ധാന എന്ന് പറഞ്ഞ ട്രാക്കിന്റെ മുന്നേ എഴുതിയിട്ടുള്ളതാണ് കായ് എന്ന് പറഞ്ഞ ട്രാക്ക്. അതായത് ഈ പറഞ്ഞ പോലെ ഞാൻ ആ കോവിഡിന്റെ സമയത്ത് ഇരുന്ന് എഴുതിയ സാധനം ഇതിപ്പോ എന്താ എല്ലാരും എഴുതുന്ന സാധനമാണല്ലോ. അപ്പൊ ഇത് എന്റെ സങ്കടവും എന്റെ വിശപ്പൊക്കെ കുത്തി നിറച്ചിട്ട് ഇപ്പൊ ഒരു സാധനത്തിനപ്പോ ആൾക്കാർക്ക് കേൾക്കണ എല്ലാരും പറഞ്ഞ ഈ സങ്കട. അപ്പോ അത് വേണ്ട വിചാരിച്ച് നേരെ നമ്മളെന്താക്കി ഈ അത് കഴിഞ്ഞിട്ട് ഒരു മാനിഫെസ്റ്റ് എന്നുള്ള സാധനത്തിൽ ഒരു അൺഎഡ്യൂക്കേറ്റഡ് ഗൈ ഹൂസ് കമ്മിങ് ഫ്രം എ സ്ലം without education or guidance and he got a lot of money with his hard work. അപ്പോൾ ആളെ ഒരു സൊസൈറ്റി ട്രീറ്റ് ചെയ്തത് ലോലെസ് ആയിട്ടാണ്, ഔട്ട്ലോ ആണ്. അപ്പം ആള് ആ ഒരു അതിന് കേപ്പബിൾ ആയിട്ട് എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളൊരു സാധനമാണ് കായ് എന്നാണ് ട്രാക്ക്. അപ്പോൾ അത് അങ്ങനെ എഴുതി വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആലോചിച്ചു ഇനിയിപ്പോൾ റിയാലിറ്റിക്ക് എന്തെങ്കിലും വരണ്ടേ. അങ്ങനെയാണ് ബന്ധാന എന്ന് പറഞ്ഞ ട്രാക്ക് പുറത്തേക്ക് വരുന്നത്. പട്ടിണിയാണെങ്കിലും ഒരു ഫോക്കസ് ആയിരിക്കുക, വിഷൻ ഉണ്ടായിരിക്കുക, ഏത് സിറ്റുവേഷനിലും കീപ്പ് യോ എന്താ പറയുക ലെവൽ ഹൈ എന്നുള്ളൊരു സാധനമാണ് ബന്ധാന എന്ന് പറഞ്ഞ ട്രാക്ക്. ഈ കൊളാബറേഷൻ വരുമ്പോൾ, അതായത് വല്ലാത്ത ജാതി നിങ്ങൾ മറ്റു 3 പേരായിട്ട്, അപ്പം അങ്ങനെ കൊളാബറേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു കൊളാബറേഷൻ? 2 തരമുണ്ട്. പൈസ മേടിച്ചിട്ട് ചെയ്യുന്ന കൊളാബറേഷൻ ഉണ്ട്, പൈസ മേടിക്കാണ്ട് ചെയ്യുന്ന കൊളാബറേഷൻ ഉണ്ട്. ആർട്ട് ഫോം 2ലും വരും. കാരണം ആർട്ടിസ്റ്റുകളായിട്ടുള്ള കൊളാബറേഷൻ ആകുമ്പോൾ എസ്പെഷ്യലി അത് നമുക്ക് ഒരു ഫ്രീഡം ഉണ്ട് നമുക്ക് എഴുതാനുള്ള. സ്റ്റിൽ ഡിപ്പെൻസ്. എനിക്ക് അങ്ങനെ വേണ്ട ഇങ്ങനെ വേണ്ടെന്നൊക്കെ നമുക്ക് ചിലപ്പോൾ കേട്ടേക്കാം ഒരു. പക്ഷെ നമ്മളത് അല്ലാണ്ട് വരുന്ന വെറുതെ അവിടെ ഇരുന്ന് വെറുതെ അതാണ് ആക്ച്വലി കൊളാബറേഷൻ. അതായത് അല്ല 2 തരം വർക്കാണ്, പക്ഷെ നല്ല ഒരു സോൾ ഉണ്ടാവുക. ഒരു പണിയില്ലാത്ത 2 വെറുതെ ഒരു റൂമിലിരുന്ന് വെറുതെ അങ്ങനെ ഇരുന്ന് എഴുതി നോക്കി അങ്ങനെ ജാം ചെയ്ത് വരുന്നത് അടിപൊളിയായിരിക്കും ട്രാക്കുകൾ. നമ്മളൊരു മെയിൽ അയച്ചിട്ട് വരുന്ന കൊളാബറേഷൻ ഇറ്റ്സ് ഡിഫറെൻറ്റ്. സ്റ്റിൽ എങ്ങനെ അത് റീച്ചിലെത്തിയാലും ഉള്ളിലത്തെ കാര്യം ഞാൻ പറഞ്ഞ ഒരു ആർട്ടിസ്റ്റിന്റെ ഉള്ളിലത്തതല്ല, ഇറ്റ്സ് ഗുഡ്. നമ്മുടെ ഒരു കരിയറിന് മൈലേജ് കിട്ടും, എല്ലാത്തിനും നല്ല കാര്യം ഓൺലി. പക്ഷെ അതൊരു നെഗറ്റീവായിട്ടല്ല ഞാൻ പറഞ്ഞത്. അത് ഒരു ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സാധനത്തിന് ഇത് 2 തരമായിട്ട് ഞാൻ കാണുന്നു എന്നുള്ളതാണ്. ഒരു റൂമിലിരുന്ന് ജാം ചെയ്യണതും ഒരു മെയിൽ വഴി ഞാൻ പോയിട്ട് ഒരു കൊളാബറേഷൻ അറ്റൻഡ് ചെയ്യുന്നതും രണ്ടും ഒരു ചെറിയൊരു വ്യത്യാസം കാണുമായിരിക്കും. ഈ ഒരു കൊളാബറേഷൻ ആണെങ്കിൽ ചിലപ്പോൾ ഒരു മെയിൽ വഴി വന്നാലും ഡെഡ് ലൈൻ ഫോക്കസ്ഡ് ആവും. സ്വന്തമായിട്ടുള്ള വർക്കിനാകുമ്പോൾ അത് പ്രശ്നമില്ല. അപ്പോൾ ഈ ഡെഡ് ലൈനിൽ വരുമ്പോൾ പ്രഷറിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ചിലവർക്ക് ക്രിയേറ്റിവിറ്റി 100% കൂടും. താങ്കൾ അതെങ്ങനെയാ? അപ്പൊ തന്നെ അത് ചെയ്യാനുള്ളതാ പോകും. ഡെഡ് ലൈൻ അത് പക്ഷെ അതാണ് നാടോടുമ്പോൾ നടുവേ ഓടും വേണം അല്ലേ? വേണ്ട, അത് ഒരു വണ്ടി ഓടിച്ചിട്ട് മതി, കൂടെ പോവാം, മെല്ലെ പോയാൽ മതി. നാടോടുമ്പോൾ കൂടെ പോരും അവരെ മുന്നേക്കാളും നമ്മൾ എന്തെങ്കിലും കണ്ട് വെച്ചാൽ മതി. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വണ്ടി പോവാം. ഈ സിനിമകളിൽ പാടുമ്പോൾ പാടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം, അത് കൂടുതലായിട്ടും ഒരു സ്വന്തം ബ്രാൻഡിനെ എൻഹാൻസ് ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും. മലയാളം ഹിപ്പ് ഹോപ്പിനെ തന്നെ സിനിമ ഒരു ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു ടിക്കറ്റ് എടുത്ത് പടം കാണുന്ന ഓഡിയൻസ് അല്ല അതിൻ്റെ ഓഡിയൻസ്. അതായത് പക്ഷേ അവർ ത്രൂ അവരുടെ മക്കള് എന്ന് പറയുമ്പോൾ ഞാൻ ഒരിക്കലും 18 വയസ്സിന്റെ താഴെ ഉള്ളവർക്ക് കേൾക്കാനായിട്ട് പ്രൊമോട്ട് ചെയ്യില്ല, അത് ഡിസ്ക്ലൈമർ നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ട്രാക്ക് ട്രെൻഡിങ് ആകുമ്പോൾ ഇതൊക്കെ വായിക്കാനും കാണാനും അറിവുള്ള പാരൻസ് ആണ് മക്കൾക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ട്രാക്ക്. എൻ്റെ വീട്ടിൽ ഞാൻ മിന്നാന്ന് പോയപ്പോൾ സ്കൂൾ ബസ്സിൽ
പ്ലേ ചെയ്യുന്ന ഞാൻ 5-6 വട്ടം കണ്ടിട്ടുണ്ട്. സോ ഐ നോട്ട് ദ ഗൈ ഹൂസ് ഡൂയിങ് ദിസ് തിങ്. ഞാൻ ഒരിക്കലും ഒരു ചെറിയ കുട്ടിക്ക് ഞാനത് കേൾപ്പിക്കാറില്ല. സി ദർ ഇസ് എ ലോട്ട് ഓഫ് തിങ്. ഒരു 18 വയസ്സ് കഴിഞ്ഞിട്ട് കാണാനുള്ളതും കേൾക്കാനുള്ളതും അറിയാനുള്ളതും പഠിക്കാനുള്ളതും കുറേ കാര്യങ്ങളുണ്ട്. അതിന്റെ താഴേക്ക് കൊടുക്കേണ്ടത് താഴേക്ക് അറിവുള്ളവർ കൊടുക്കുക. മക്കൾക്ക് ഇതൊക്കെ കേൾപ്പിച്ചു കൊടുത്തിട്ട് എനിക്ക് സത്യം പറഞ്ഞ ഗുണമാണ്. ഇവർ വളർന്നു വരുമ്പോൾ എന്റെ ഓഡിയൻസ് ആയിട്ടാണ് അത് മാറുക. എന്റെ റവന്യൂ ആണ്, എന്റെ വീട്ടിലേക്ക് അരി മേടിക്കാനുള്ള പൈസയാണ്. സ്റ്റിൽ എനിക്ക് ആ പൈസ കിട്ടുകയാണെങ്കിലും അത്രക്ക് അതിന്റെ ആവശ്യമില്ല. പക്ഷെ അവരിപ്പം സ്പെൻഡിങ് കപ്പാസിറ്റി ഇല്ല, അവർ കേൾക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് ഇൻഫ്ലുവൻസ്ഡ് ആവും ചിലപ്പോൾ ആ പ്രായത്തിൽ ഇല്ലേ? ഇൻഫ്ലുവൻസ്ഡ് ആവും. പക്ഷെ അത് നമ്മുടെ ചെറുപ്പത്തിലും കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. നല്ലത് എടുക്കുക, ഇപ്പൊ അത്ര അത്യാവശ്യമില്ല എന്ന് പറഞ്ഞ് കളയാൻ നമുക്കും ഒരു വിവേചന ബുദ്ധി. അതെ, ഞാനിതിൽ ഭയങ്കര ഞാനൊരിക്കലും ഭയങ്കര ഷെയിമായിട്ടല്ല പറയുന്നത്. ഇത് കേൾക്കാൻ പാടില്ലാത്തത് എന്നുള്ളതിലല്ല. അതിന്റെ ഒരു തെറ്റും എന്താ പറയാ, പൊതുവായിട്ടുള്ളൊരു ഓഡിയൻസിലേക്ക് ഇറക്കുന്ന സാധനമല്ലല്ലോ. ഒരു പർട്ടിക്കുലർ ഓഡിയൻസിന് ഇറക്കുന്ന സാധനമല്ലേ. അത് ചിന്തിക്കാനും ഇതിനും ഒരു പാകമാകുമ്പോൾ അത് കേൾക്കുക എന്നുള്ളൊരു സാധനമാണ്. അങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മൾ ആ വേർഡ്സ് വെച്ചിട്ട് ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പൊ സർട്ടിഫിക്കറ്റ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന കാര്യം തന്നെയല്ലേ. അപ്പം ഇതിനും നിലനിൽപ്പുണ്ട്. അതെ, എല്ലാവർക്കും എല്ലാം അവൈലബിൾ ആണ്. അതെ, വേണ്ടവരെടുക്കുക. അതെല്ലാം അതിന് വേണ്ട കാര്യങ്ങൾ എടുക്കുക, വേണ്ടാത്ത കാര്യങ്ങൾ എടുക്കേണ്ട. അതല്ലാതെ ഒരു കള്ളുകൂടിയൻ്റെ മകൻ ഡോക്ടർ ആവുന്നുണ്ട്, ഒരു ഡോക്ടറിൻ്റെ മകൻ കള്ളുകൂടിയനാവുന്നുണ്ട്. ദാറ്റ്സ് ഇറ്റ്. ഈ ഒരുപാട് പേര് ഈ ഒരു മീഡിയം അറിയാത്തവരും എന്നാൽ കുറച്ച് വിവരമുള്ളവരൊക്കെ താങ്കളുടെ തന്നിട്ട് ഒരുപാട് ഇങ്ങനെ കമൻറ്റുകളൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും തമാശ അല്ലെങ്കിൽ എപ്പോഴും ചിരിക്കാവുന്ന എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ? ഇഷ്ടംമാതിരി ഉണ്ടായിട്ടുണ്ടാവുന്നതാണ് എനിക്ക് തോന്നണേ. അത് ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ തരും. എന്തൊക്കെയാ? അല്ല, അത് ഈ നമ്മളെടുത്ത് വന്നിട്ട് ഫുള്ള് സംസാരിച്ചിട്ട് കുതന്ത്രം അടിപൊളിയായിരുന്നു. അത് അവരുടെ ഒരിക്കലും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അവർക്കൊരു ഒരു ഇൻസ്റ്റാഗ്രാമിൽ എന്തൊക്കെ വന്നു പോകണം. അതിൻ്റെ ഇടയിൽ ഇത് കാണുന്നുണ്ട്, ഇത് റാപ്പർ എന്ന് പറയുമ്പോൾ അത് അത്ര ഇതുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഒരു മൂവിയിൽ നിന്ന് കിട്ടുന്ന ഒരു ഓഡിയൻസ് അതിൽ നിന്ന് ഫിൽട്ടറായി വരുന്നത് ഒരു 5%. നമ്മുടെ എൻ്റെ ഏജ് കാറ്റഗറി എന്ന് പറഞ്ഞ ഒരു 15 to 28ഉം 26ഉം ആണ് ഇൻ ബിറ്റ്വീൻ വരുന്നത്. അവർ സ്പെൻഡ് ചെയ്യാൻ ആവുന്നേ ഉള്ളൂ. നമ്മുടെ ഒരു ഷോ വെച്ചാലും അത് ടിക്കറ്റ് എടുത്ത് വരാൻ അവർക്ക് പണിയൊക്കെ ആവുന്നല്ലോ, പഠിക്കുകയാണ്. സോ ഇറ്റ് വിൽ ടേക്ക് ടൈം. ഒരു ഷോ കോൺസേർട്ട് വെച്ചിട്ട് നമുക്ക് റവന്യൂ ഇവിടെ ഉണ്ടാക്കാൻ, നാട്ടിലുണ്ടാക്കാനായിട്ട്. അതർവൈസ് നമുക്ക് ഇതേപോലെ സ്പോൺസേഴ്സ് അതൊക്കെ ഉണ്ട് സ്റ്റിൽ. അപ്പം അതിന് ശേഷമുള്ളതെന്ന് പറഞ്ഞാൽ അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മായാണ്. ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോൾ എന്തോ വരുന്നത് അടുത്തത് മറ്റേത്. അതെ, ഇതിപ്പോ ഞങ്ങളുടെയൊക്കെ പേര്, എൻ്റെ പേരൊന്നും എല്ലാവരും പറയാറ്. ഇന്റർവ്യൂ ചെയ്യുന്ന ഒരാള് അതിന് 3-4 പേരിലുണ്ട്. അത് അത്രേ ഉള്ളൂ. ഇപ്പൊ ഒരു പടത്തിലെ പാട്ട് എത്ര ഫേമസ്, അത് പാടി ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയണമെന്നില്ല, ഒരു ഡയറക്ടറിന് അറിയണമെന്നില്ല. നടൻ പുറത്ത് ആ ഒരു ഇതിൽ എവിഡന്റ് ആയിട്ട് നിൽക്കുന്ന ആരാണോ അവരെയാണ് അതറിയാം. സ്പെസിഫിക് ആയിട്ട് വല്ല കമന്റ്സ് വരാറുണ്ടോ ബേബി ജീന്റെ തന്നെ? സ്പെസിഫിക് ആയിട്ട് അങ്ങനെ ഇല്ല, നെഗറ്റീവ് ഉണ്ടാവാറില്ല. നെഗറ്റീവുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അത് അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ നെഗറ്റീവ് കമന്റ്സ് എഫക്ട് ആവാറില്ലല്ലോ. അതിൽ നിന്നൊക്കെ പുതുതായിട്ടൊരു ഉത്തേജനം, അത്രേ ഉള്ളൂ. അതായത് അങ്ങനെ മേ ബി ചിലപ്പോൾ ഞാൻ ഡൗൺ ആയി പോകും, കമന്റ് ഒക്കെ അല്ല ആവുമായിരിക്കും. പക്ഷെ അങ്ങനെ ബുദ്ധിമുട്ടിക്കണം എന്നൊരു രീതിയിൽ ഒന്നും. നമ്മൾ ആർട്ടിനെ അവർ വിലയിരുത്തും. ഇപ്പോൾ ഇതെന്താണ് ഈ ചെയ്ത് വെച്ചിരിക്കണത്, ഇത് മറ്റേത് മറിച്ചത്, അതിൻ്റെ ആർട്ടാണ്. അതിനവർക്ക് വിമർശിക്കാനും അഭിനന്ദിക്കാനുള്ള അവകാശമുണ്ട്. ഇപ്പം ആ ഒരു പേഴ്സൺ എൻ്റെ അടുത്ത് ഒരു 2 ദിവസം എൻ്റെ വീട്ടിൽ നിന്നിട്ട് ഇങ്ങനെ എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ താമസിച്ചിട്ട് ഹീസ് സെയിങ് ഈസ് ബാഡ്, അതെൻ്റെ ഉള്ളിൽ തട്ടും. അത് ഞാനങ്ങനെ ഒരിക്കലും അതിന് ഇടവരുത്താറില്ല. ഞാനൊന്ന് വ്യക്തിനെ ആൾക്കാർ നെഗറ്റീവായിട്ട് എടുക്കുമ്പോൾ അത് എന്നെ അറിയുന്നത്, ഞാൻ പറഞ്ഞത് എൻ്റെ കൂടെ താമസിച്ചവരാണ്. പുറത്തുനിന്ന് കാണുന്നത് ഞാനെന്നൊരു ബ്രാൻഡ്, ഒരു ആർട്ടാണ്. അപ്പൊ വ്യക്തിക്കാനും അഭിനന്ദിക്കാനും അവർക്കുള്ളതുണ്ട്. അത് അങ്ങനെ തന്നെ എടുക്കുക. അത് എല്ലാത്തിനും ഇല്ലേ, ഭൂമി ഇപ്പോഴും പരന്നതാണ് പറഞ്ഞിട്ട് നടക്കുന്ന ആൾക്കാരില്ലേ. അപ്പൊ പല ഇതുണ്ട്, അത് അവരുടെ അവകാശമാണ്. മാസ് അപ്പീലായിട്ടുള്ള കൊളാബറേഷൻ ഈ കൊല്ലാണോ ഉണ്ടായത്? കഴിഞ്ഞ വർഷം. അതിന്റെ എങ്ങനെയാണ് ഇപ്പോ? അത് ട്രാക്ക് വൈസ് ആണ്. ഒരു 4-5 ട്രാക്ക്. അത് കൊടുത്തോ? ഒരെണ്ണം കൊടുത്തു, ഒരെണ്ണം ജാനുവരിയിൽ ഇറങ്ങും. തിരക്കുള്ള ദിവസങ്ങളാണ്, തിരക്കുള്ള വർഷങ്ങളാണ്. 2025 നോക്കിക്കാണാൻ മുമ്പ് ഞാൻ കുറച്ചൊരു 1-ലൈനർ ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ. താങ്കളുടെ ലിറിക്സ് ഒക്കെ തന്നെ താങ്കളുടെ ഭാഷയിൽ അതൊരു മെനു ആണെങ്കിൽ ആ മെനുവിൽ സ്പൈസിയസ്റ്റ് ആയിട്ടുള്ള ഡിഷ് എന്തായിരിക്കും? എൻ്റെ ഒരു സ്റ്റൈലില് ഇപ്പൊ നമ്മള് മുളൂട്ടാൻ പറ്റിച്ചത് എന്ന് പറയും. അതായത് മുളൂട്ടാൻ പറ്റിച്ചത്, അത്
മുളക് ചാറ്, അതായത് മീൻ കറി ചട്ടിയിലിട്ട് വരട്ടിയതാ. അത് നമ്മൾ മുളൂട്ടാൻ വറ്റിച്ചത്, മുളൂട്ടാൻ വറ്റിച്ചത്. അത് ഇവർ ഈ മുളൂട്ട എന്ന് പറയുന്നതിന് രസം, അത് സെപ്പറേറ്റ് ഒരു കറിയാ. മുളൂട്ട എന്ന് പറയുമ്പം നോർമലി മീൻ കറി ആയിരിക്കൂല, ഭയങ്കര ലൂസായിരിക്കും, മാങ്ങയൊക്കെ ഇട്ട്. അതായത് ഇപ്പൊ മീനില്ലെങ്കിലും നമ്മൾ മുളൂട്ടാൻ വെക്കും. പട്ടിണി കൊണ്ട് ആയിട്ടുള്ളൊരു കറിയാണ്. പടച്ച ദിവസം അയച്ചിട്ട് ഞാൻ അങ്ങനെ പട്ടിണി എടുത്തിട്ടില്ല, എൻ്റെ വാപ്പയിനെ ഇടവരുത്തിയിട്ടില്ല. പക്ഷെ എൻ്റെ വല്യമാര്, എൻ്റെ വാപ്പയൊക്കെ ചെറുപ്പത്തില് ഒരു നേരത്തെ അങ്ങനെയൊക്കെ അല്ലേ അവരുടെ ഒരു ഇത്. അപ്പം അങ്ങനെ ഒരു സർവൈവൽ കറിയാണ് മുളൂട്ടാൻ. ഈ മീന് ഒക്കെ എപ്പോഴെങ്കിലും കിട്ടും. അപ്പൊ അതില്ലെങ്കിൽ അതേ സ്റ്റൈലില് ഈ തക്കാളിയും ഈ ഇതൊക്കെ ഇട്ടിട്ട് പറ്റണ പോലെ മുളകൊക്കെ ഇട്ടിട്ട് ഒരു വെള്ളം പോലെ ഒരു കറി വെക്കും. ഓക്കെ, ഏതാണ് ഹാർഡർ? ഇത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ക്യാപ്ഷൻ ഉണ്ടാക്കലാണോ അതോ പെട്ടെന്ന് ഡ്രോപ്പിംഗ് ബാർസ് ആണോ? ഇൻസ്റ്റാഗ്രാമിൽ ക്യാപ്ഷൻ അല്ലേ? 10 പ്രാവശ്യം ആലോചിക്കണ്ടേ? അതെ. ബേബി ജീനോട് ജീവിക്കുന്ന താങ്കൾ ശരിക്കും ഹബീഷ് റഹ്മാൻ ആണല്ലോ. ഈ ബേബി ജീന്റെ ഗിൽറ്റി പ്ലഷർ എന്താ? ഗാർഡനിങ്, ബോൺസായി ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നിനക്ക് സമയം കിട്ടാറുണ്ടോ? ഇപ്പോ സമയം ഞാൻ കണ്ടെത്തും. ഇപ്പൊ വരുന്ന വഴിക്ക് ചെടിക്കൊള്ള വെച്ചിട്ട് വരുന്നത്. ഞാൻ അങ്ങനത്തെ ഒരാളെ, എനിക്ക് ബാൽക്കണി, കുഞ്ഞി ബാൽക്കണി, പക്ഷെ നിറയെ പൂക്കളം. ഏറ്റവും വിയേർഡസ്റ്റ് പ്ലേസിൽ ഇരുന്നിട്ട് ഒരു ലിറിക്സ് എഴുതിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഞാൻ ഏറ്റവും വിയേർഡസ്റ്റ് പ്ലേസിൽ ഇരുന്നിട്ടാണ് എൻ്റെ ലിറിക്സിന്റെ എല്ലാത്തിനും തുടക്കം. കോവിഡ് സമയത്ത് 2 വർഷം മുന്നേ എഴുതിയ ട്രാക്ക് കഴിഞ്ഞ് ഒരു 5-6 എണ്ണൊക്കെ കയ്യിൽ ഇരിക്കണം. അതൊക്കെ ഒരു വിയേർഡസ്റ്റ് പ്ലേസിൽ ഇരുന്നിട്ട് എഴുതിയിട്ടുള്ളതാണ്. ഒരു ഫ്രീ സ്റ്റൈൽ ആയിട്ടൊരു ആളുടെ കൊളാബറേറ്റ് ആണെങ്കിൽ ആരോടായിരിക്കണം? ഫ്രീ സ്റ്റൈലായിട്ട് കൊളാബറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് മേ ബി ലിൽ ബേബി എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ്. ഇറ്റ്സ് നോട്ട് ലിൽ ബേബി ആയതുകൊണ്ട് ഇപ്പം അങ്ങനെ പോകണതല്ല, ആളുടെ ഒരു ഫ്ലോ. അല്ലെങ്കിൽ പോപ്പ് സ്മോക്ക് എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഉണ്ട്. ആളിപ്പോൾ ഇല്ല, മരിച്ചു. ചെറിയൊരാളാണ്, 10-20 വയസ്സിൽ 21 വയസ്സിലൊക്കെ മരിച്ചു പോയി. അപ്പം ആളുടെ ഒരു വോക്കൽ. പിന്നെ ഞാൻ ഇപ്പോഴത്തെ ഒരു എക്സ്പ്ലോർ ചെയ്ത ഒരാളുണ്ട്, മിയാഗ എന്തോ കൈൻഡ് ഓഫ് ആർട്ടിസ്റ്റ്, ഒരു റഷ്യൻ മാഫിയ ടൈപ്പ് ട്രാക്ക്. ആളുടെ ഒരു വൈബിലാണ് ഇപ്പോൾ കുറച്ച് ദിവസമൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിലാരെങ്കിലും ഒക്കെ ഒരാളായിട്ട് ഇനിയിപ്പം ഇന്ത്യയിൽ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നാവ് എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഉണ്ട്, ഇന്ത്യക്കാരനാണ്. അപ്പോൾ ആ ആളൊക്കെ ആയിട്ട് ചെയ്യാം. ഫ്രീ സ്റ്റൈൽ ഓർ റൈറ്റിംഗ് സോങ്സ്? ന്യൂ ബീറ്റ്സ് അല്ലെങ്കിൽ ഓൾഡ് സ്കൂൾ വൈബ്സ്? ന്യൂ സ്കൂൾ with old school element. Okay, great. Dropping the mic or jump into the crowd? Really? അങ്ങനെ ചെയ്തിട്ടുണ്ടോ? 2 വട്ടം ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഏറ്റവും അടിപൊളിയായത് ജോർജിയയിൽ ഷോ ചെയ്തിട്ട് ഭയങ്കര ജമ്പായിരുന്നില്ല. ഞാൻ ചെറിയൊരു സ്ലൈറ്റ് ജമ്പ്, ബട്ട് കുറച്ചങ്ങോട്ട് പോയി തിരിച്ചെന്നെ കൊടുന്നുകൊണ്ട് ഇറക്കി. അത് അടിപൊളി എക്സ്പീരിയൻസ് ആണ്. പിന്നെ നിങ്ങളിത് കൊച്ചുകുട്ടി കാലത്ത് കൊണ്ട് കാണുന്നൊരു വിഷ്വലാണത്, അത് യാഥാർത്ഥികമാകുമ്പോൾ ഒരു സന്തോഷം. മലയാളം റാപ്പ് ഓർ മിക്സ് ഓഫ് ലാംഗ്വേജസ്? മലയാളം റാപ്പ്. വെരി ഗുഡ്. സ്റ്റുഡിയോ റെക്കോർഡിംഗ് ആണോ ലൈവ് ഷോസ് ആണോ ഇഷ്ടം? സ്റ്റുഡിയോ റെക്കോർഡിംഗ്സ്. ഓക്കെ. ക്യാപ്പ് ഓർ ഹുഡി? രണ്ടൊന്നുമില്ല എന്നാലും. ഹുഡി. കൂൾ സ്ട്രീറ്റ് സ്റ്റൈൽ അല്ലെങ്കിൽ ട്രഡീഷണൽ ലുക്ക്? ട്രഡീഷണൽ ലുക്ക് ഐ പ്രിഫർ. റിയലി? കംഫർട്ടബിൾ എന്നല്ല, അതായത് ഞാൻ ശീലിച്ചൊരു മുണ്ട്, പിന്നെ ഒരു മുണ്ട്, പിന്നെ ഷർട്ടില്ല. നാട്ടിലങ്ങനെ, നാട്ടിൽ പിന്നെ നമുക്ക് ഒരു 3-4 വീട് 5-6 വീട് അപ്പുറമൊക്കെ അങ്ങനെ നടക്കാൻ പറ്റും. അതിപ്പോഴും നാട്ടിൽ നടക്കാം, പിന്നെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ആണെങ്കിൽ പ്രശ്നമാക്കും, അവൻ തുണിയിലാണ് നടക്കുന്നത്. ഇവിടെ ഓരോ സ്ഥലത്തും ഒരു രീതി, സിറ്റി അല്ലേ. വേർഡ്സ് ഓർ മ്യൂസിക്, വാട്ട് മാറ്റേഴ്സ് മോർ? ഒരു താങ്കളുടെ കൊല്ലം, ഇത് ഐ തിങ്ക് ദിസ് ഇസ് ദ ബെസ്റ്റ് ഇയർ ഐ തോട്ട് ഓൾ ദീസ് ഇയേഴ്സിൽ. 2024 വാസ് ലൈക്ക് ഐ ആം അറൈവ്ഡ് എന്ന് പറയുന്നൊരു. ഇപ്പോൾ ഇഫ് യു വോണ്ട് ടു ജസ്റ്റ് റാപ്പ് സംതിങ് അബൌട്ട് ദാറ്റ് ഇയർ, എന്തെങ്കിലും വരുമോ? കോഴ്സ് ഞാൻ അതിൻ്റെ ടൈറ്റിൽ കൊടുക്കുക, ഐ വാണ്ട് ടു ടേക്ക് കെയർ ഓഫ് മൈ ഹെൽത്ത്. അങ്ങനെയായിരിക്കും തുടങ്ങുക. എനിക്ക് പെട്ടെന്ന് അങ്ങനെ വരുമൊന്നുമില്ല, ഞാനത് ഭയങ്കര ആലോചിച്ച് എഴുതി കൂട്ടി. എനിക്ക് അതായത് വെറുതെ ഞാൻ ഫ്രീ സ്റ്റൈൽ ചെയ്യുന്ന ഒരാളല്ല ബേസിക്കലി. എനിക്കൊരു ആർട്ട് ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ എൻ്റെ ഒരു രീതിയിൽ അത് കൊടുക്കണം. അത് ഞാൻ കുറേ ആലോചിച്ചിട്ടാണ് ഞാനതൊരു റൈംസ് ഒക്കെ ക്ലിയർ ആക്കിയിട്ട്. എനിക്കങ്ങനെ പെട്ടെന്നൊരു ഇത് വരുമോ ഞാൻ ട്രൈ നോക്കിയിട്ടില്ല. ബട്ട് ഓഫ് കോഴ്സ് ഇതിലൊരു എലമെൻ്റ് ആയിരിക്കും ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇതിൻ്റെ സബ് സാധനങ്ങൾ കിട്ടും. ഐ വാണ്ട് ടു ടേക്ക് കെയർ ഓഫ് മൈ ഹെൽത്ത്. ഇങ്ങനെ ബ്രാഞ്ചുകൾ പോകും. ഇതാ ഞാൻ പറഞ്ഞത്, പെട്ടെന്നൊരു സാധനം കിട്ടും, അതിൻ്റെ മേലെ അങ്ങനെ കുറേ കുഴികുത്തി പോകാന്നുള്ളത്. അതാണ് ഇപ്പം ഈ സമയത്ത് കുറച്ചുകൂടി ആൾക്കാരോട് ഒരുപാട് പേർക്ക് ഡെലിഗേറ്റ് ചെയ്യേണ്ടി വരും ഒരുപാട് ജോലികൾ. പിന്നെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വിശ്വാസവും വേണം, കുറേ പേരെ ട്രസ്റ്റ് ചെയ്യണം ആൾക്കാരെ, ഇല്ലേ? അങ്ങനെയുള്ള ഇപ്പം എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ വെൻ യു ഹാവ് ടു പാസ് ത്രൂ സംതിങ്, വീട്ടിൽ ഉമ്മയോടാണോ വാപ്പയോടാണോ അത് അങ്ങനെയുള്ള ക്ലോസ് യൂണിറ്റ് ഓഫ് ആൾക്കാരോടാണോ സംസാരിക്കുന്നത്? അൺഫോർച്ചുനേറ്റ്ലി നോബഡി ഈസ് ദേർ ഫോർ മീ. ആണല്ലേ? ഇങ്ങനെ ആലോചിക്കും ഇടയ്ക്ക്, പക്ഷെ അപ്പം ഞാൻ തോന്നുന്നു ഞാൻ ഈ കൊച്ചിയിൽ വന്നിട്ട് വീക്കായിട്ടുള്ളതാണ് മെന്റലി. അതായത് എനിക്ക് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു, ഇവിടെ വന്നിട്ട് ആവശ്യമില്ല. പിന്നെ ഈ ഇവിടുത്തെ ഒരു സിറ്റി ലൈഫ്, സുഖം, പരിപാടി, അത് ഇത് പിടിച്ചിട്ട് ഞാൻ വീക്കാണോന്നാണോ എന്ന് ഞാൻ എന്നെ തന്നെ ബ്ലെയിം ചെയ്യും. അപ്പോൾ അങ്ങനെ ഇതുവരെ ആരെയും കിട്ടിയിട്ടില്ല. മേ ബി ആരെങ്കിലും കിട്ടുമായിരിക്കും. അതെ.
ഫ്രണ്ട്സ് ഗ്യാങ് ഒക്കെ മിസ്സായി പോയി. അവരെല്ലാരും ഗൾഫിൽ പോയി. അയ്യോ. ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ മാറിയല്ലോ. അതായത് ഇപ്പൊ ഞാൻ ഗൾഫിൽ പോകണമെങ്കിൽ അവരൊക്കെ കണ്ടിട്ട് ഒപ്പം നിൽക്കാൻ പറ്റും. ഞാൻ ഡിഫറെന്റ് പാത്ത് എന്നൊന്നല്ല പറയണത്, ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ആയിപ്പോയല്ലോ. അതെ. എൻ്റെ ഫ്രണ്ട്സ് ആരും ഈ ഒരു സർക്കിളിൽ ഇല്ല. ഇല്ല. അപ്പം അത് നമ്മുടെ ആ ഒരു സാധനമൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അടിപൊളി. നമ്മുടെ ഒരു അറിവില്ലായ്മയുടെ ഒരു ഷെയറിങ് ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ഈ 2025 ഇനി അങ്ങനെയുള്ള കാലങ്ങളും താങ്കളുടെ ആവട്ടെ. ദ ബേബി ജീൻ യെസ് സർ. ഒരുപാട് സ്ഥലങ്ങളിൽ. ആൻഡ് താങ്ക് യു സോ മച്ച്. ഞാൻ ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് അയച്ചപ്പോഴേക്കും എനിക്ക് മറുപടി പറയുകയും പിന്നെ താങ്കൾ ആഷിക്കിനും രഞ്ജിനി മേനും താങ്ക് യു സോ മച്ച് ഇത് ഇത്രയും പെട്ടെന്ന് സംഭവിച്ചതിന്. താങ്ക് യു സോ മച്ച്. യെസ് സർ. എന്നെ ഒരു വേറൊരു ലോകത്തേക്ക് വിളിച്ചു കൊണ്ടുപോയതിന് താങ്ക് യു. കാരണം ഞാൻ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ പറ്റുന്നത് താങ്കൾ കാരണമാണ്. ഇന്ന് ഞാൻ കുറേ നേരം പഠിച്ചു. താങ്ക് യു സോ മച്ച്. ആൻഡ് ഇനിയും എന്നോട്ട് ഇങ്ങനെ പോട്ടെ. ഉറപ്പായിട്ടും. ഓക്കെ. Yeah. യെസ്.